തോരണമല എന്ന ആ ഒരു ഗ്രാമത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. നമ്മുടെ പുറകിൽ തോരണമല കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗത്ത്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ ചെറിയൊരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കുറച്ച് നടന്നു വരികയാണ്. ഈ വഴിയോരങ്ങളിൽ മുഴുവൻ കരിമ്പനയും മറ്റ് കാര്യങ്ങളെല്ലാം പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ബസ് സർവീസ് ഉണ്ട് കേട്ടോ, മിനി ബസ് സർവീസ് ഉണ്ട്. നമ്മളെന്തായാലും അതിന് കാത്തില്ല, നമ്മൾ പയ്യെ ഇങ്ങനെ നടന്നു തുടങ്ങി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഓട്ടോയിലാണ് വന്നത്. 80 രൂപ മാത്രമേ ഉള്ളൂ. 3 കിലോമീറ്റർ 4 കിലോമീറ്ററാണ് വൺ സൈഡ് ദൂരം എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ പോയപ്പോൾ ഇവിടെ ഓട്ടോയ്ക്ക് 100 രൂപയാണ് പൈസ വന്നത്. ഇന്നിപ്പോൾ 4 കിലോമീറ്റർ വന്നപ്പോൾ 80 രൂപയാണ് ചാർജ് ആയത്. തെങ്കാശി ടു കുറ്റാലം ഓട്ടോയ്ക്ക് 100 രൂപയാണ്. 6.5 കിലോമീറ്റർ 100 രൂപ. ബസ് സർവീസ് ബസ് 10 രൂപയാണ് 6 കിലോമീറ്റർ. നമ്മളിവിടെയൊക്കെ 3 കിലോമീറ്ററിന് തന്നെ 13 രൂപ കൊടുക്കണം മിനിമം ചാർജ്. എവിടെയാണ് നമ്മളിവിടെ? ഇവിടെ മിനിമം 5 രൂപ. നമ്മളവിടെയൊക്കെ മിനിമം 10 രൂപ അല്ലേ? 3 കിലോമീറ്റർ 10 രൂപ. 10-12 രൂപ. ഇന്നലെ ബസ്സിലൊന്നും ആരും കയറ്റില്ലേ? ബസ്സിലേക്ക് കയറുന്നുണ്ട്. ഇന്നലെ നമ്മൾ അഞ്ചലിൽ നിന്ന് പുനലൂർ വരാൻ ബസ്സിൽ വീട്ടിൽ നിന്ന് പുനലൂർ വരെ വരാൻ ഒരാൾക്ക് 90 രൂപ. അപ്പോൾ ഏകദേശം 60 രൂപ അടുപ്പിച്ചായില്ലേ? 64 രൂപയായി. 65 രൂപ. അതേസമയം പുനലൂരിൽ നിന്ന് തെങ്കാശി വരെ വരാൻ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് 35 രൂപയേ ഉള്ളൂ. അല്ല ഇത് കണ്ട ഇടുക്ക് സ്ഥലങ്ങൾ. ഇതാ നമ്മളെ പുറകിൽ തോരണമല മുരുകൻ. ഇവിടെയൊക്കെ നെല്ലിങ്ങനെ നട്ട് വളർത്തിയിട്ടിരിക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ പുറ്റുകൾ ഇതേപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു പുറ്റാണ്, പാമ്പിൻ പുറ്റ്. അതിങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയെല്ലാം തൂകി അവരതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ നെൽപ്പാടവും ഗ്രാമമൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. മാത്രമല്ല നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും ആവും. കൃഷിയിടങ്ങളാണ് കംപ്ലീറ്റ്. നമ്മളെവിടെയാണ് ഇതൊന്നും. ഇവിടെ ഇത്തിരി നെല്ലാണ് കേട്ടോ. റോഡൊക്കെ നല്ല രീതിയിൽ വികസിപ്പിക്കുന്നുണ്ട് അവർ. ഇതാ അവിടെ ഒരു ചെറിയ ഏറുമാടമുണ്ട്. അവിടെ ഒരു അപ്പൂപ്പ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. നമ്മൾ അല്പം തണലിട്ടെന്ന് പറഞ്ഞ് ഓരോ സ്റ്റെപ്പ് പോകും തോറും വെയിൽ അങ്ങോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വെയിൽ മാഞ്ഞു തുടങ്ങി. ഇത് അവിടെയൊക്കെ കൊയ്യാൻ സമയമായി കഴിഞ്ഞു. ഇവിടെയൊക്കെ ആവശ്യം പോലെ കരിമ്പനയും മറ്റു കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇനി തോരണമലയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി അവിടെ പോയിട്ട് അവിടെ നിന്ന് പാവൂച്ചത്രം എന്ന് പറയുന്ന ആ ഒരു മാർക്കറ്റ്, പാവൂച്ചത്രം മാർക്കറ്റിൽ നിന്നാണ് നമ്മളുടെ അവിടെ പാവൂർച്ചത്രം, അതുപോലെ തന്നെ സുരണ്ടൈ, ഇങ്ങനെ 2 മാർക്കറ്റുകളുണ്ട്. രണ്ടിടത്ത് നമ്മൾ പോകും. ഇവിടെ നിന്ന് രണ്ടിടത്തു നിന്നുമാണ് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കെല്ലാം പച്ചക്കറികൾ കയറ്റി വിടുന്നത്. അപ്പോൾ അത് നമ്മൾ കാണാനായിട്ട് പോകും. ഓക്കെ.